പൊതുവെ തരംഗമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് 2024 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുനിരീക്ഷണം. എന്നാൽ അല്ല, ഇവിടെ തരംഗമുണ്ട്. അത് ഭാരതമാസകലം വീശിയടിക്കുന്ന മോദി തരംഗമാണ് എന്ന് BJP പറയുന്നു. ആ മോദി തരംഗത്തിന്റെ ഏറ്റവും വലിയ പ്രഭാവം വരേണ്ടത് ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംഭാവന ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ് എന്നാണ് BJPയുടെ ഭാഷ്യം. 80 സീറ്റുകളാണ് ഉത്തർപ്രദേശ്. 543 അംഗ ലോക്സഭയിൽ 80 സീറ്റുകളാണ് ഉത്തർപ്രദേശിന്റെ സംഭാവന. അതിൽ കഴിഞ്ഞ പ്രാവശ്യം 62 സീറ്റുകളുമായി ഭാരതീയ ജനതാ പാർട്ടി വലിയ തേരോട്ടമാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയായ അപ്നദളിന് 2 സീറ്റ്, അങ്ങനെ NDA മുന്നണിക്ക് 64 സീറ്റ്. രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു നമ്പറാണ് 400 സീറ്റുകൾ ഇന്ത്യയിൽ ആകമാനം NDA നേടും, 370 സീറ്റുകൾ BJP നേടും. അതിൽ 75എങ്കിലും NDAയുടെ കണക്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കേണ്ടതാണ് എന്നതായിരുന്നു പൊതുവെയുള്ള നിഗമനം. പക്ഷേ ഇന്ത്യ സഖ്യം സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും സഖ്യമാണ് ഉത്തർപ്രദേശിൽ. ഇതിൽ സമാജ്വാദി പാർട്ടി ശക്തമായ അടിത്തറയുള്ള യാദവ പാർട്ടിയാണ്. യാദവ മുസ്ലിം കോമ്പിനേഷൻ, MY കോമ്പിനേഷൻ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സമാജ്വാദി പാർട്ടി 63 സീറ്റുകൾ മത്സരിക്കുകയും 17 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ചെയ്തപ്പോൾ 17 സീറ്റ് ലഭിക്കാനുള്ള അർഹത, സംഘടനാ ശക്തി, വോട്ട് കോൺഗ്രസിനുണ്ടോ എന്ന് പലരും നെറ്റിച്ചൊളിച്ചു. പക്ഷെ പരമ്പരാഗതമായി കോൺഗ്രസിന് ശക്തിയുള്ള അമേധി, റായ്ബറേലി, സുൽത്താൻപൂർ അങ്ങനെയുള്ള കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങൾ തീർച്ചയായും സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ്. പക്ഷെ 17 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥികളുടെ ചോയ്സ് BJP എന്ന ആകാശത്തെ ഉത്തർപ്രദേശിൽ നേരിടണമെങ്കിൽ അനിതര സാധാരണമായ രാഷ്ട്രീയ മെയ്വഴക്കം, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്തണമെന്ന് മുലായം സിംഗിന്റെ മകനായ അഖിലേഷ് യാദവ് എന്ന ഉത്തർപ്രദേശിലെ NDA നേതാവിനെ മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അഖിലേഷ് യാദവ് ഒരു കാര്യം കൊണ്ട് തീരുമാനിച്ചു. തങ്ങൾക്ക് ലഭിച്ച 63 സീറ്റിൽ കേവലം 5 പേരെ മാത്രമാണ് യാദവ സ്ഥാനാർത്ഥികളായി നിർത്തിയത്. അതിൽ തന്നെ 4 പേരും മുലായം സിംഗ് യാദവിന്റെ കുടുംബാംഗങ്ങളാണ്. താനും തന്റെ ഭാര്യയും ആ ഒരു കുടുംബാംഗങ്ങൾ മാത്രം മത്സരിക്കുന്ന 5 സീറ്റുകൾ. അതുപോലെ കേവലം 4 സീറ്റാണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് മുലായം സിംഗ് യാദവിനെ മൗലാനാ മുലായം അല്ലെങ്കിൽ മുല്ലാ മുലായം എന്നൊക്കെ പരിഹാസപൂർവ്വം വിളിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി വീറോട് പൊരുതുന്ന പാർട്ടിക്ക് കേവലം 4 സീറ്റ് മാത്രമാണോ മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാവുക? ഇതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ ഓർക്കുക, ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ വിഭാഗം മുസ്ലിമുമല്ല, യാദവരുമല്ല, നോൺ യാദവ് OBC ആണ്. അത് വലിയൊരു നമ്പറാണ്. ആകെയുള്ള 60% OBCകളിൽ നോൺ യാദവ് OBC നിർണായക സാന്നിധ്യമാണ്. അത് പല സമുദായങ്ങളായി ചിതറിക്കിടക്കുന്നു. അവരുടെ എല്ലാം പിന്തുണ പൊതുവെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കായിരുന്നു. ഇപ്രാവശ്യം ആ BJPയുടെ വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ OBC വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താൻ തക്ക ഒരു പ്രചരണ സംവിധാനമാണ് അഖിലേഷ് യാദവും കോൺഗ്രസ് പാർട്ടിയും എല്ലാം ചേർന്ന് നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് 30ഓളം സ്ഥാനാർത്ഥികളെയാണ് യാദവിതര OBCകളിൽ പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് അഖിലേഷ് യാദവിന്റെ പാർട്ടി ഫീൽഡ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഏതാനും സ്ഥാനാർത്ഥികളെ അതർ OBC ഫീൽഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യം, 20%-ലധികം വോട്ടുകളുള്ള ദളിത് വിഭാഗത്തിന്റെ പിന്തുണ ആർക്കാണ്? എക്കാലത്തും നമുക്കറിയാം, മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഒരു 2 ദശകങ്ങളായിട്ടെങ്കിലും ബഹുജൻ സമാജ് പാർട്ടി, മായാവതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന BSP ആയിരുന്നു ദളിത് വോട്ട് ബാങ്കിന്റെ മെയിൻ കസ്റ്റോഡിയൻ. എന്നാൽ മായാവതി തന്റെ ഉഗ്രകാല പ്രതാപകാലത്തിന്റെ ഒരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു ഇപ്പോൾ. മായാവതിക്ക് മുൻകാലത്തെ അത്ര ഒരു പോരാട്ട വീര്യമില്ല. പലരും മായാവതിയെ BJPയുടെ B ടീമായി ഇപ്പോൾ കരുതുന്നു. കഴിഞ്ഞ തവണ BSPയും SPയും സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ചേർന്ന കോയലീഷനാണ് മത്സരിച്ചത്, മുന്നണിയായി മത്സരിച്ചു. അവർ നേടിയ സീറ്റിൽ 15 സീറ്റിൽ 10 ബഹുജൻ സമാജ് പാർട്ടിക്കും കേവലം 5 മാത്രമാണ് പ്രധാന കക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക്. ഇപ്രാവശ്യം ബഹുജൻ സമാജ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇവിടെ കാണേണ്ട ഒരു പ്രവണത, ഉത്തർപ്രദേശിൽ, ഇന്ത്യയിൽ ആകമാനവും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ദളിത് രാഷ്ട്രീയത്തിൽ വന്ന ഒരു മാറ്റമാണ്. സബാൾട്ടേൺ ഹിന്ദുത്വ, പിന്നാക്ക സബാൾട്ടേൺ
ഹിന്ദുത്വ എന്ന ഒരു പുതിയ സങ്കല്പം വരികയാണ്. അതനുസരിച്ച് ഈ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി ദളിതരും ആദിവാസികളും വലിയ തോതിൽ കടന്നു വരുന്ന ഒരു കാഴ്ച. അത് മറ്റ് സ്ഥലങ്ങളെ പോലെ ഉത്തർപ്രദേശിലും അത് പ്രകടമാണ്. അങ്ങനെയെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദളിത് വോട്ട് ബാങ്ക്, ട്രൈബൽ വോട്ട് ബാങ്കിലേക്കാണ് BJP ഇരച്ചു കയറുന്നത്. അങ്ങനെ കുറച്ച് വോട്ടുകൾ പോയി. അതിനുശേഷം അങ്ങനെ വോട്ടുകൾ BJPയിലേക്ക് സംശീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ മങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 64-ൽ നിന്നും 75-ലേക്കെങ്കിലും ആക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടി പങ്കുവയ്ക്കുന്നത്. അത് മാത്രമല്ല, ബഹുജൻ സമാജ് പാർട്ടി ഏതാനും മണ്ഡലങ്ങൾ, 20 മണ്ഡലങ്ങൾ, 80-ൽ എല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നു. 20 മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. സമാജ്വാദി പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. ഇവിടെ 4 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. ഇവിടെ 20 പേരെ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ മുസ്ലിം ജനസംഖ്യ ഏറിയ തോതിലുള്ള പല മണ്ഡലങ്ങളിലും BSP സ്ഥാനാർത്ഥികൾ മുസ്ലിം വോട്ട് പിടിക്കാനുള്ള സാധ്യതയാണ്. സ്വാഭാവികമായി സമാജ്വാദി പാർട്ടിക്കോ കോൺഗ്രസിനോ അതുവഴി ഇന്ത്യ സഖ്യത്തിനോ ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ പിളരുക വഴി സ്വാഭാവികമായും ഹൈന്ദവ ഏകീകരണം BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുകയും അവർ ജയിച്ചു വരുന്ന കാഴ്ചയും കാണും. ഇതുകൊണ്ടാണ് BJPയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. 62 എന്ന BJPയുടെ നമ്പർ 70-ലധികമായി, ചിലപ്പോൾ 75-ആയി മാറും. അങ്ങനെ NDA മുന്നണി സമഗ്രാധിപത്യം നേടും ഉത്തർപ്രദേശിൽ എന്ന പ്രതീക്ഷയുടെ കണക്കതാണ്. എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന, ഞാൻ കാണുന്ന ഒരു കാഴ്ചയിൽ തോന്നുന്നത്, ഇന്ത്യ മുന്നണിയുടെ റാലികളിൽ വർദ്ധിത വീര്യത്തോടുകൂടി ആളുകൾ വരുന്നു. ഈ വരുന്ന ആളുകളെ വോട്ടാക്കി മാറ്റാൻ തക്ക സംഘടനാ സംവിധാനം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കുണ്ടോ? സമാജ്വാദി പാർട്ടിക്കുണ്ട്. കോൺഗ്രസിന് ലേശം പരിമിതമാണ്. റായ്ബറേലി, അമേധി പോലെയുള്ള ചില മേഖലകളിൽ ചില ശക്തി ഉണ്ട് എന്നല്ലാതെ വ്യാപകമായി കോൺഗ്രസിന് ആ ഒരു ശക്തി ഉണ്ടെന്ന് കരുതാനാവില്ല. മുൻകാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചപ്പോഴും കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ചേർന്ന് അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം ജനക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കോൺഗ്രസിന് കേവലം 1 സീറ്റാണ്, റായ്ബറേലി എന്ന സോണിയാഗാന്ധി വിജയിച്ചു വന്ന സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഏതാനും സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ 5 സീറ്റിൽ നിന്നും ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ഈ കാണുന്ന അഖിലേഷ് യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും സംയുക്ത സമ്മേളനങ്ങളിൽ കാണുന്ന ജനക്കൂട്ടം ഒരു സൂചനയാവുകയാണെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കാം. ഇത് സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ കാണണം. കർഷക പ്രക്ഷോഭം, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ജാട്ടുകൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ കർഷക പ്രക്ഷോഭവുമായി ഏറെക്കാലം നിന്നതാണ്, BJPക്കെതിരെ നിന്നതാണ്. എന്നാൽ ജാട്ടുകളുടെ പാർട്ടിയായ രാഷ്ട്രീയ ലോക്ദൾ, അജിത് സിംഗിന്റെ പാർട്ടി, അതായത് ഇപ്പോൾ ജയന്ത് ചൗധരി നയിക്കുന്ന രാഷ്ട്രീയ ലോക്ദൾ ഇപ്പോൾ BJP സഖ്യത്തിലാണ്. ഒരുപക്ഷെ കർഷക വിരോധത്തെയൊക്കെ നല്ലിഫൈ ചെയ്യാൻ ഈ സഖ്യം ഒരുപക്ഷെ സാധിക്കും. BJPക്ക് അപ്നാദളുമായി പ്രാദേശികമായി പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് അപ്നാദൾ. അപ്നാദളുമായും രാഷ്ട്രീയ ലോക്ദളുമായും ഒക്കെയുള്ള സഖ്യവും ചില പ്രയോജനം ചെയ്യും. ഇതിനെല്ലാം പുറമെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രഭാവം നേരിട്ട് ഏറ്റവും അധികം ഗുണകരമായി ഭവിക്കേണ്ടത് BJPക്കാണ്. സ്വാഭാവികമായി അത് ഉത്തർപ്രദേശാണ് അതിന്റെ പ്രഭവ കേന്ദ്രവും. അതുകൊണ്ട് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ആരാണോ വെന്നിക്കൊടി പാറിക്കുന്നത് അവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.